ബാലിന്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് പൂജയുടെ സമയത്ത് അലോക് ഒരു പ്ലാനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലോകിന്റെ പ്ലാനൊക്കെ പാളിപ്പോവാണ്. അലോക് വലിയ ആളും കളിച്ച് ഗോമതി വലം വെച്ച് വരുന്ന സമയത്ത് കാലയിൽ ആണി കൊണ്ട് കയറട്ടെ എന്ന് കരുതിയിട്ട് അവിടുത്തെ ആ ക്ഷേത്രത്തിലെ മാനേജരെ സ്വാധീനിച്ച് അവിടെ ആണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഗോമതിയുടെ കാലയിൽ ആണി നിറച്ചു കയറി ഗോമതി അങ്ങോട്ട് വീഴാൻ പോവാണ്. ആ കൃത്യ സമയത്ത് തന്നെ ആരിനെ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത്. ഇരിക്കുന്ന ആർക്കും അവിടെ നിന്ന് എഴുന്നേറ്റ് ഗോമതിയെ പിടിക്കാൻ പറ്റില്ല. കാരണം പൂജയ്ക്ക് ഇരിക്കുന്ന ആരും അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ലെന്നാണ് അതിന്റെ വിധി. അപ്പൊ അതനുസരിച്ച് അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പൂജ മുടങ്ങും. ആരും എഴുന്നേക്കാൻ പാടില്ല. എല്ലാവരും ഒരു നിമിഷം സ്റ്റക്കായിട്ട് ഇരിക്കുമായിരുന്നു, എന്ത് ചെയ്യണം എന്നറിയില്ലാതെ. അപ്പോഴാണ് ആരിനെ അങ്ങോട്ടേക്ക് വരുന്നത്. ആരിനെ താമസിച്ചാ വന്നത്. ആരിന് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വഴിയിലുണ്ടായിരുന്നു. കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആരിന് അങ്ങോട്ടേക്ക് നേരത്തെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരിനാണെങ്കിലോ പൂജയ്ക്ക് ഇരുന്നതുമില്ല. എല്ലാം ദേവിയുടെ അനുഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. കാരണം ആര് നേരത്തെ വന്ന് പൂജയ്ക്ക് ഇരുന്നായിരുന്നെങ്കിൽ ഇപ്പൊ ഗോമതിയെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ഗോമതിയെ അഗ്നിനാളത്തിലേക്ക് വീണേനം. ആ സമയത്ത് ആര്യം വന്ന് താങ്ങി പിടിക്കുകയാണ് ഗോമതിയെ. താങ്ങി പിടിച്ച് അവിടെ ഇരുത്തി. അപ്പോഴേക്കും ഗോമതിക്കാണെങ്കിൽ തല ഇറങ്ങുന്ന പോലെ തോന്നി. അപ്പോഴേക്കും ആര്യം നോക്കി എന്താമ്മേ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഗോമതിയുടെ കാലയില് ഒരു ആണി തറച്ചിരിക്കുന്ന ഒരു നിമിഷം ഒന്ന് നോക്കി. പിന്നീട് ആര്യൻ ആ ആണി അങ്ങോട്ട് വലിച്ചു ഊരുവാണ്. ഗോമതിക്ക് കാലം നന്നായിട്ട് വേദന എടുത്തു. ആര്യൻ തന്റെ കയ്യിലിരുന്ന ടവല് വെച്ച് ഗോമതിയുടെ കാലെ കെട്ടുവാണ്. ആ സമയത്ത് തിരുമേനി പറഞ്ഞു, ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല, എല്ലാം ദേവിയുടെ കടാക്ഷമുണ്ട്, അതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ പൂജ മുടങ്ങേണ്ടതാ. പൂജ മുടങ്ങിയില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പൂജ ബാക്കിയും കൂടെ നല്ല ഭംഗിയോടുകൂടി നടക്കുകയാണ്. പക്ഷെ എന്നാലും ആ ആണി അവിടെ എങ്ങനെ വന്നു അതൊരു ചോദ്യമായിട്ട് മാറി. കാരണം അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പൂജയ്ക്ക് വേണ്ടി ഇരുന്നത്. പിന്നെ ആണി അങ്ങനെ കൊണ്ടുകയറാൻ വഴിയില്ല. സിമിൻഡറിലെ അവിടെ ഒരു കാരണവശാലും ആണി കിടക്കുവാണെങ്കിലും മറിഞ്ഞല്ലേ കിടക്കത്തുള്ളൂ. ഇങ്ങനെ കൂർത്തിരിക്കുമല്ലോ കാലെ കൊണ്ടുകയറാൻ പാകത്തിന്. അപ്പൊ ആരെങ്കിലും മെനെ പടന്നു എന്നുള്ള കാര്യം മനസ്സിലായി. ആരോ ഈ പൂജ മുടക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്ലാൻ ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ പൂജ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇതങ്ങനെ വെറുതെ വിട്ട പോരുന്ന ആനത്തിനും ഒക്കെ തോന്നുവാണ്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അവരാ സത്യം കണ്ടെത്തുവാണ്. അവിടുത്തെ മാനേജര് പിന്നീട് സത്യങ്ങളൊക്കെ പറയാണ്. കാരണം ഇതിന്റെ പിന്നിൽ ആരാ എന്നുള്ള കാര്യം, അലോക എന്നുള്ള കാര്യം പറയണം. പൈസ വാങ്ങിച്ചിട്ട് മാനേജറാണ് ഒടുവിൽ അത് ചെയ്തെന്നുള്ള കാര്യം അലോകും ആരിനും ഒക്കെ അറിഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ? പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗോമതിയോടും അവരോടും എല്ലാവരും പറഞ്ഞു, അതെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു എന്താന്ന് ചോദിക്കുക. അതൊക്കെ ഉണ്ടെന്ന് പറയാണ്. അപ്പൊ പൂജ നല്ല രീതിയിൽ നടന്നതിന്റെ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരുമേനി പറഞ്ഞു, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പോയിക്കോ, ദേവിയുടെ അനുഗ്രഹം എന്താണെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് അഗ്നിപൂജ കഴിഞ്ഞ സന്തോഷത്തിൽ അവര് പോരുന്നേ. വലിയ അപകടം ഉണ്ടായിരുന്നു, അപകടമൊക്കെ മാറിയെന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട്. പക്ഷെ ആനന്ദിനും ആര്യനും ആകാശിനും അത് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവരെന്ത് ചെയ്തു, നേരെ അലോകിനെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു പാലത്തിന്റെ അവിടെ അലോക് നിൽക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. അമ്മമാര് മൂന്നുപേരും കൂടെ അങ്ങോട്ട് പാഞ്ഞു വന്നു. എടാന്ന് വിളിച്ചിട്ടങ്ങ് ചെല്ലുവാണ്. ചെന്ന വഴി തന്നെ അലോകിനിട്ട് അടിക്കുവാണ്. മൂന്നുപേരും നല്ല രീതിയിൽ തന്നെ അലോകിനെ എടുത്തിട്ട് പെരുമാറി. ഒടുവിൽ അലോകിന് കുറ്റസമ്മതം നടത്തേണ്ടതായിട്ട് വന്നു. നീ ഞങ്ങളുടെ അമ്മയെ കൊല്ലാൻ നോക്കുമല്ലേടാ, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ നീ അത് ചെയ്തേ? മുമ്പ് പലതവണ നിന്നെ വാണം ചെയ്ത് വിട്ടിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും നീ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. വീണ്ടും ഇപ്പൊ നീ ഇതൊക്കെ ചെയ്തല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോകിനെ എഴുന്നേക്കാൻ മേലാത്തൊരവസ്ഥയിലാക്കി കളഞ്ഞ അലോകിനെ. കാരണം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഒരു കാര്യം ചെയ്തേ. ഗോമതിക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ? പൂജ മുടക്കാനും ഇതിനൊക്കെ ഗോമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവനാ തരികിട പണി ചെയ്തെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അതെന്തിനു വേണ്ടി മാത്രമെന്ന് അവർക്ക് അറിയത്തില്ല. ഈ പൂജ മുടക്കുന്ന അത് പിന്നെ ഓർക്കാം, പക്ഷെ ഗോമതി ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ ഒടുവിൽ തല്ലുകൊണ്ട് എഴുന്നേക്കാൻ വല്ലാത്തൊരവസ്ഥയിലാണ് അലോക് കൃഷ്ണമംഗലത്തേക്ക് വന്ന് കയറുന്നത്. ആ സമയത്ത് ആകാശിനും ആരിനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവനിട്ട് കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത. വീട്ടിലേക്ക് വന്ന് ഗോമതിയൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും മിത്രയും ശ്രീദേവിക്ക് ഓടി ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കണം. പൂജയൊക്കെ ഗംഭീരമായിട്ട് നടന്നോ? അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, പൂജയൊക്കെ അതിഗംഭീരമായിട്ട് നടന്നെന്ന് പറഞ്ഞു. അപ്പോഴാണ് മീനാക്ഷി ആ കാര്യം പറയണേ. മിത്രേ അവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു.
പിന്നീട് കാര്യങ്ങൾ വിശദീകരിക്കണം. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ഇവിടെ ഞങ്ങളും ആകെപ്പാടെ ടെൻഷനായിരുന്നു. കാരണം ആഹാരം ഉണ്ടാക്കാനായിട്ട് ഉപ്പ് എടുക്കണ സമയത്ത് ഉപ്പും കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയിരുന്നു ഉപ്പിന്റെ ഭരണി. അപ്പൊ തൊട്ട് ആകെപ്പാടെ ഒരു വിഷമായിരുന്നു, എന്തോ ഒരു ദുശകനമാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. എന്താണല്ലോ അതൊക്കെ മാറി കിട്ടിയില്ലോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേണം ആര്യനൊക്കെ അങ്ങോട്ടേക്ക് വരുന്നേ. ആര്യം വന്നു കഴിഞ്ഞപ്പോൾ ആര്യൻ ആ കാര്യം പറയണേ, വരുന്ന വഴിക്ക് എൻ്റെ വണ്ടിയൊന്നും തട്ടാൻ നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത്ര ലേറ്റ് ആയത്. ആ ലേറ്റ് ആയതുകൊണ്ട് അമ്മയെ എനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റി, അല്ലായിരുന്നെങ്കിലോ അമ്മയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അങ്ങനെയൊന്നും ഒരു ആപത്തും വരത്തില്ല നമുക്ക്. ദേവി നമ്മളെ രക്ഷിച്ചാന്ന് പറയണം, വലിയൊരു ആപത്തിൽ നിന്ന് ഈ കുടുംബത്തെ മൊത്തം രക്ഷിക്കുകയല്ലേ ചെയ്തത്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒരുപക്ഷെ ആ കൈനോട്ടക്കാരി പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു. അതേസമയം അലോക് വീട്ടിലേക്ക് ചെന്നല്ലോ. അലോകിനെ കണ്ടു കഴിഞ്ഞപ്പം വീട്ടിലുള്ളവര് അങ്കന്തം വിട്ടുപോയി. രാജശ്രീ ഓടി വന്നിട്ട് അലോകിനെ ചോദിച്ചു, എന്താടാ ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ്. നിനക്കിത് എന്താ പറ്റിയത്? അപ്പോഴേക്കും അലോക് പറഞ്ഞു, അത് പിന്നെ അമ്മേ, ആ സമയത്താണ് മുത്തശ്ശിയും അവരൊക്കെ അങ്ങോട്ട് നന്ദിതയ്ക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അവര് കേട്ട് പറയുന്നേ, ദേവമംഗലത്തുള്ളവർ അടിച്ചാന്ന് ആകാശം ആരിനൊക്കെയാ തല്ലിയെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന് ഇന്ദിരാമ്മ ചോദിച്ചു, അവര് തല്ലാനോ? ആഹാ, അങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. എടാ എന്തിനാ? അതൊന്നും എനിക്കറിയത്തില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ തല്ലിയെന്ന് പോലും അറിയത്തില്ലെന്ന് അലോക് പറഞ്ഞു. ഇന്ദിരാമ്മ പറഞ്ഞു, ഇന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം, ഇപ്പൊ തന്നെ ചോദിച്ചിട്ടുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, വേണ്ട മുത്തശ്ശി എന്ന് പറയാ, അത് പറഞ്ഞിട്ട് കാര്യമില്ലോ, ഒരു കാര്യമില്ല നിന്നെ തല്ലിയത് എന്തിനെന്ന് അറിയണമല്ലോ. അങ്ങനെ എന്തിനും ഏതിനും ഒരു ലൈസൻസ് ഇല്ലാതെ കയറി തല്ലാൻ പറ്റുന്ന കാര്യമാണോ? അലോകിന് പറയാൻ പറ്റില്ലല്ലോ, രാജശ്രീക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ത് തെറ്റാ ചെയ്തെന്നുള്ള കാര്യം. അപ്പോഴേക്കും അച്യുതനും അനന്തനും ഒക്കെ അങ്ങോട്ട് വന്നു. അങ്ങനെ അവരെല്ലാരും കൂടെ വരുവാണ്. അവര് വന്ന് പറഞ്ഞു, എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം പറഞ്ഞ് എല്ലാരും കൂടെ മതിലിനടുത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഗോമതി ബാലിനൊക്കെ കൂടെ ഇറങ്ങി ചെന്നു. ആ സമയത്ത് ഇന്ദിരാമ്മ ചോദിച്ചു, എന്താ ഗോമതി ഇത് കണ്ടില്ലേ, ഇവനെ ഇഞ്ചിഞ്ചായിട്ട് ചതച്ച് വെച്ചിരിക്കുക, ഹാരനും ആകാശവും ആനന്ദും ഒക്കെ. അതിന് മാത്രം എന്ത് തെറ്റാ ഇവൻ ചെയ്തേ? ഇവന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ പറയണേന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, അമ്മയോട് ആരാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല, ഇവൻ പറഞ്ഞു, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ. ദേവിമല ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോയി, അവിടെ ചെന്ന് ഞങ്ങളുടെ പൂജ മുടക്കാൻ നോക്കിയത് പോരാഞ്ഞിട്ട് എന്നെ കൊല്ലാൻ വരെ ഇവ ശ്രമിച്ചെന്ന് പറയാണ്. കൊല്ലാനോ? ഇന്ദിരാമ്മ ഞെട്ടിപ്പോയി. അതെ, എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു. അവിടെ മാനേജരെ പൈസ കൊടുത്ത് സ്വാധീനിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി എന്റെ കാലിൽ ആണി കയറ്റി എന്നെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയാണ്ട് നോക്കിയവൻ എവനാ. ഇത് കേട്ടപ്പോ അലോകിന്റെ മുഖം കുഞ്ഞിരിക്കുക. അപ്പോഴേക്കും ഇന്ദിരാമ്മ ചോദിച്ചു, സത്യമാണ്ടായി പറയണെന്ന് ചോദിച്ചു. അലോകോട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, കള്ളത്തരം പറയുന്ന. എടാ നിന്റെ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം അവിടെ പിടികൂടിയതല്ലേ, എന്നിട്ടും വീണ്ടും നീ എന്തിനാടാ കള്ളത്തരം പറയണമെന്നൊക്കെ ചോദിച്ചു. അലോക് ശരിക്കും നാണം കിട്ടു. ഇന്ദിരാമ്മ അവന്റെ കണ്ണത്തടിക്കുവാണ്. എടാ, ഇത്രയും ക്രൂരത ചെയ്തിട്ടാണോടാ നീ ഒന്നും ചെയ്തില്ലെന്നും പറഞ്ഞ് നിൽക്കുന്നേ? അങ്ങനെ ഒടുവില് ബാധി പ്രതിയായി. രാജശ്രീ പറഞ്ഞോളെ തന്നെ സംഭവിച്ചു. രാജശ്രീക്ക് അറിയാം ഒടുവില് പണി തങ്ങക്കിട്ട് തന്നെ കിട്ടുവോളെന്ന്. അങ്ങനെ അലോകനെ വിളിച്ചോണ്ട് അവരങ്ങോട്ട് പോവാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ദിരാമ്മ പറഞ്ഞു, എന്ത് പരിപാടിയാടാ നീ കാണിച്ചത്? നിനക്ക് ഒരിക്കലും ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അമ്മ അവരെ അബദ്ധം പറ്റിയത്. എന്തബദ്ധം? അല്ല, അത് പിന്നെ എടാ, നിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായി. ഗോമതി ഇല്ലാതാക്കാനായിരുന്നല്ലോ. ഗോമതിയുടെ പേരിലാണല്ലോ ഈ വീടും ഈ സ്ഥലവും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഗോമതിയെ ഇല്ലാതാക്കിയിട്ട് കൈക്കലാക്കാൻ അല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇത് കേട്ടോണ്ടാണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നേ. സുകന്യ ഒരു നിമിഷം അന്തം വിട്ടുപോയി. കേട്ടതൊക്കെ സത്യമാണോ? അപ്പൊ ഗോമതി ചേച്ചിയുടെ പേരിലാണോ ഈ വീട് സ്ഥലമൊക്കെ ഇരിക്കുന്നത്? വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. വെറുതെ അല്ല ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നേ, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നേ എന്നൊരു ചിന്ത സുകന്യയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ സുകന്യ വലിയ സത്യങ്ങളൊക്കെ തിരിച്ചറിയുക. ഇനിയിപ്പൊ അത് വെച്ച് സുകന്യ കളിക്കുമോന്ന് അറിയത്തില്ല, കൃഷ്ണമംഗലക്കാരെ മുഴുവനെയും നിർത്തുമോന്നും അറിയത്തില്ല. ഈ കാര്യങ്ങളൊക്കെ ദേവമംഗലത്ത് പറയുമെന്നും പറഞ്ഞിട്ട്. എന്താണെങ്കിലും അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.